ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ മറ്റൊരു വിഘടനവാദ സംഘടനയെ കൂടെ വളർത്താനൊരുങ്ങുകയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസും ജമാഅത്തെ ഇസ്ലാമിയും. ഇന്ത്യൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള അസ്ഥിരത ഉണ്ടാക്കാനായി ULFA അഥവാ ഉൾഫ എന്ന് പറയുന്ന ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സംഘടനയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇവർ വളർത്താനായി ശ്രമിക്കുന്നത്. മുഹമ്മദ് യൂനിസും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക് ജിഹാദ് ഭരണകൂടവും രണ്ട് ISI ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ബംഗ്ലാദേശിൽ വീണ്ടും ഇവർക്ക് താവളങ്ങൾ സ്ഥാപിക്കാനുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഉൾഫയെ അനുവദിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് ഇത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉൾഫ? ഉൾഫ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്നാണ് ഉൾഫയുടെ ഫുൾ ഫോം. വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ അസമിൽ പ്രവർത്തിക്കുന്ന ഒരു സായുധ വിഘടനവാദ സംഘമാണ്, തീവ്രവാദ സംഘടനയാണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഉൾഫ. അസം സംഘർഷത്തിൽ സായുധ പോരാട്ടത്തിലൂടെ തദ്ദേശീയരായ അസമീസ് ജനതയ്ക്കായി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ അസം സ്ഥാപിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നു, ഇവർ ശ്രമിക്കുന്നു. 1990-കളിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ സംഘടനയെ ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് ചൂണ്ടിക്കാട്ടി നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് അതിനെ ആശങ്കയുള്ള മറ്റ് ഗ്രൂപ്പുകളുടെ പട്ടികയിലും പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഉൾഫയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഉൾഫ സ്രോതസ്സുകൾ പ്രകാരം 1979 ഏപ്രിൽ 7 റംഗ് ഖറിൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ്. 1990-കളിലാണ് ഇവ പ്രവർത്തനം ആരംഭിച്ചത്. മുൻ കേന്ദ്ര പബ്ലിസിറ്റി സെക്രട്ടറിയും ഉൾഫയുടെ വക്താവുമായ സുനിൽ നാഥാണ് ഇക്കാര്യം പറയുന്നത്. 1983-ൽ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡും ബർമ ആസ്ഥാനമായുള്ള കച്ചിൻ ഇൻഡിപെൻഡന്റ് ആർമിയുമായി ഉൾഫ ബന്ധപ്പെട്ടു. ഉൾഫയ്ക്കെതിരായി ഇന്ത്യൻ സൈന്യത്തിന്റെ സൈനിക പ്രവർത്തനങ്ങൾ 1990-ൽ ആരംഭിച്ച് ഇന്നും തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഉൾഫയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നത്. ഇത് ഇന്ത്യക്ക് നേരിട്ടുള്ള ഭീഷണി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശി മാധ്യമങ്ങളടക്കം പറയുന്നത്. 2011 സെപ്റ്റംബർ 3 സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ കരാറിനായുള്ള ഒരു ത്രികക്ഷി കരാർ ഇന്ത്യൻ സർക്കാരും അസം സർക്കാർ ഉൾഫയുമായും ഒപ്പുവെച്ചിരുന്നു. എന്തായാലും 2018 നവംബർ 1 അസമിലെ ടിൻസുക്കിയ ജില്ലയിൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസമിന്റെ തീവ്രവാദികൾ 5 പേരെ ഇന്ത്യൻ പട്ടാളം വധിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഖേർബാരി ഗ്രാമത്തിലെ ഒരു ധാബയിൽ ലൂഡോ കളിക്കുകയായിരുന്ന യുവാക്കൾക്ക് നേരെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന ആക്രമികൾ അവിടെ വെടിയുതിർക്കുകയായിരുന്നു. ബംഗാളി സംസാരിക്കുന്ന തൊഴിലാളികളായുള്ള സുബർദാസ്, ധനായി, നംസുദ്ര എന്നിങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയാണ് അവിടെ വെടിയുതിർത്തത്. പ്രത്യേകിച്ച് അസാമീസ് ഇതര സമുദായങ്ങളോടുള്ള വിദ്വേഷപരമായിട്ടുള്ള ഒരു നിലപാട് വെച്ച് പുലർത്തുന്ന ഒരു സംഘടനയാണ് ഉൾഫ എന്ന് പറയുന്നത്. ഈ ഉൾഫയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനായി, അതായത് അരക്കൻ ആർമിയൊക്കെ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഒരു വിഘടനവാദ സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ബംഗ്ലാദേശിന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.